കഴിഞ്ഞ തവണ തന്നെ ബീഹാറിൽ നടക്കുന്ന വോട്ട് അധികാർ യാത്രയെക്കുറിച്ചും ബീഹാർ ഇലക്ഷനെക്കുറിച്ചുമൊക്കെ നമ്മൾ വിശദമായിട്ട് വീഡിയോകൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ തന്നെ ചില വോട്ടർ സർവേയെക്കുറിച്ചൊക്കെ തന്നെ ഞാൻ പ്രതിപാദിച്ചിരുന്നു. ഇന്നിപ്പോൾ വോട്ടർ അധികാർ യാത്രയുടെ സമാപനം നടക്കുകയാണ്. ആ സമാപനം നടക്കുമ്പോൾ അവിടെയുള്ള പൊളിറ്റിക്സിൻ്റെ ഒരു എൻറ്റയർ നരേറ്റീവ് മാറ്റാനായിട്ട് രാഹുൽ ഗാന്ധിക്കും തേജസ്വി യാദവിനുമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതാണ് ഈ വോട്ടർ അധികാർ യാത്രയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. 10 ലക്ഷത്തോളം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് പാറ്റ്നയിൽ നടക്കുന്നത്. ആ പാറ്റ്നയിൽ നടക്കുന്ന പരിപാടിയിൽ ഗാന്ധി മൈതാനത്തു നിന്നും അംബേദ്കർ പ്രതിമയിൽ ചെന്ന് പുഷ്പാർച്ചന ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ ഗാന്ധി മുതൽ അംബേദ്കർ വരെ എന്നുള്ള നിലയ്ക്ക് ഇതിൻ്റെ നരേറ്റീവ് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഈ ബീഹാറിൽ നടക്കുന്ന ഏത് തെരഞ്ഞെടുപ്പും എന്ന് പറയുന്നത് ജാതിയെ അടിസ്ഥാനമാക്കി ജാതിക്ക് അവരുടെ മുഖത്തുള്ള ലോയൽറ്റിയും വിധേയത്വവും കാണിക്കാനുള്ള തെരഞ്ഞെടുപ്പായിരുന്നുവെങ്കിൽ ഇത്തവണ ആ തെരഞ്ഞെടുപ്പിന് ചില വ്യത്യാസങ്ങളുണ്ടാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. കാരണം 65 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ നേരത്തെ ഉണ്ടായിരുന്ന വോട്ടർ പട്ടികയിൽ നിന്ന് അങ്ങനെ തന്നെ ഒഴിവാക്കപ്പെടുന്നു. ഏതാണ്ട് 1.5 കോടിയോളം ആളുകൾ വോട്ടർ പട്ടികയിൽ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. വോട്ടുകൾ പോലും കൊള്ളയടിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ വലിയ തോതിലുള്ള പ്രകമ്പനമാണ് ആ ജാഥ വോട്ടർ അധികാർ യാത്ര അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് BJPയെയും വലതുപക്ഷത്തെയും ഒക്കെ എത്രത്തോളം ഭയക്കുന്നു എന്നറിയാൻ അവർ ചില പുതിയ സർവേകളുമൊക്കെ ആയിട്ട് ഇടയ്ക്ക് വെച്ച് രംഗത്ത് വന്നിരുന്നു. കാരണം രാഹുൽ ഗാന്ധി ആളുകൾ വിശ്വസിക്കുന്നില്ല എന്ന് കാണിക്കാനായിട്ട്. ആ വിശ്വസിക്കുന്നില്ല എന്ന് കാണിക്കാനായിട്ട് ടൈംസ് നൗവിൻ്റെയും JVCയുടെയും സർവേ ഉണ്ട്. അതുപോലെ ഇന്ത്യ ടുഡേ വോട്ടർ സർവേകളും ഉണ്ട്. ഈ ഇന്ത്യ ടുഡേ വോട്ടർ സർവേകൾ സാധാരണ കുറച്ചുകൂടി ജെന്യുവനായിട്ടുള്ള സർവേകളാണ്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞവണ്ണം തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു. കാരണം ഒരു സ്ലൈറ്റ് എഡ്ജ് യഥാർത്ഥത്തിൽ അവിടെ മഹാഗഡ്ബന്ധനാണ് അവർ പറയുന്നത്. പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജൻസ്വരാജ് എന്ന് പറയുന്ന ഒരു പാർട്ടി എങ്ങനെ പെർഫോം ചെയ്യും എന്നുള്ള കാര്യത്തിലൊക്കെ അവിടെ വലിയ തോതിലുള്ള പ്രശ്നമുണ്ട്. കാരണം പ്രശാന്ത് കിഷോറിന് ഏതാണ്ട് 10% 20% ആളുകളുടെ അദ്ദേഹത്തെ ഒരു നേതാവായി കാണാൻ, മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന മെസ്സേജുകൾ സർവേ ഫലങ്ങളൊക്കെ തന്നെ അവിടെ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ ജൻസ്വരാജിന് എത്രത്തോളം ബാക്കിയുള്ള കാൻഡിഡേറ്റുകൾക്ക് വിജയിക്കാൻ കഴിയും, അവർ എത്രത്തോളം വോട്ട് പിടിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരം കൺഫ്യൂഷനൊക്കെ നിലനിൽക്കുമ്പോഴാണ് BJP 71 നിന്ന്, അതായത് ടൈംസ് നൗവിൻ്റെ ഇന്ത്യ ടുഡേയിലൊക്കെ സർവേയിൽ പറയുന്നത് 47% നിന്ന് വേണമെങ്കിൽ ഒരു 50% വരെ വോട്ടുകൾ പിടിക്കാവുന്ന ലെവലിലേക്ക് ഈ പറയുന്ന ഓരോ ഘട്ടത്തിലെ ഒരു സർവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ ഘട്ടത്തിലെ സർവേയാണ്. 47 നിന്ന് 50% ഒരുപക്ഷെ അവരുടെ വോട്ടുകൾ ഉയർന്നേക്കാം എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴും അവർ പറയുന്നത് ഇതൊക്കെ കുറേയൊക്കെ സത്യമുണ്ട് എന്ന് വിചാരിക്കുന്ന 18% ആളുകളുണ്ട് രാഹുൽ ഗാന്ധി ഉയർത്തുന്ന വോട്ട് കൊള്ളയെക്കുറിച്ച്. അതുപോലെ വോട്ട് ചോരി സത്യമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന 17% ആളുകളുണ്ട്. ഇത്തരത്തിൽ വലിയ പെർസെൻറ്റേജിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് ഇത് ടൈംസ് നൗവിൻ്റെ സർവേയാണ്. ടൈംസ് നൗ എപ്പോഴും സർവേ നടത്തുന്നത് എങ്ങനെയായിരിക്കും? ടൈംസ് നൗവും അതുപോലെ JVC സർവേയാണ്. മറ്റത് ഇന്ത്യ വോട്ടർ സർവേ ആണ്. ഇന്ത്യ ടുഡേ വോട്ടർ സർവേ ആണ്. ഈ ടൈംസ് നൗവിൻ്റെ കാര്യം വളരെ രസകരമാണ്. കാരണം അവരാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരാൾ, രാഹുൽ ഗാന്ധിയുടെ ക്ലോസ് എയ്ഡാണ്. ആ കാര്യത്തിൽ നിങ്ങൾ എന്ത് നിലപാടെടുക്കുന്നു, ഹത്രാസിലെ പെൺകുട്ടിയുടെ കാര്യത്തിലെടുത്ത നിലപാട്, പ്രജ്വൽ രേവണ്ണയുടെ കാര്യത്തിലെടുത്ത നിലപാട്, അതുപോലെ തന്നെ കൽക്കട്ടയിൽ ഒരു ലേഡി ഡോക്ടർ ക്രൂരമായ പീഡനത്തിനിടെ കൊല്ലപ്പെട്ടപ്പോൾ എടുത്ത നിലപാട്, ആ നിലപാട് തന്നെയായിരിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ വലിയ ചോദ്യങ്ങളൊക്കെ ഉയർത്തുകയും ചാനൽ ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഈ പറയുന്ന ടൈംസ് നൗ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BJP 71 നിന്ന് വോട്ടുകൾ കൂടും, സീറ്റുകൾ കൂടുമെന്നാണ്. പക്ഷെ അപ്പോഴും കൂടാൻ പോകുന്നത് 84 ആണ്. അതേപോലെ തന്നെ RJD 75 നിന്ന് 52 കുറയും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് RJDക്ക് വലിയ തോതിലുള്ള നഷ്ടമുണ്ടാകുമെന്നാണ്. JDUവിൻ്റേത് 71 നിന്ന് 31 സീറ്റുകളായി കുറയുമെന്നാണ്. എന്ന് പറഞ്ഞാൽ അവിടെ BJPക്ക് മാത്രം നേട്ടമുണ്ടാവുകയും BJPയുടെ മുഖ്യമന്ത്രി വരികയും JDUവിന് പോലും 71 നിന്ന് 31 സീറ്റുകളായി കുറയുകയും ചെയ്യും എന്നുള്ള പല സർവേകളുമൊക്കെ വരികയും ആ സർവേകളൊക്കെ വെച്ചുകൊണ്ട് ഇൻ്റർനാഷണൽ മീഡിയകളൊക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര പൊളിഞ്ഞു പോവുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇന്ന് അതിൻ്റെ സമാപന സമ്മേളനം നടക്കുന്ന. ആ സമ്മേളനത്തിലേക്ക് 10 ലക്ഷത്തോളം ആളുകളാണ് അവിടെ ഒഴുകിയെത്താൻ പോകുന്നത്. അത് സമാപന സമ്മേളനം നടക്കുന്നു, 10 ലക്ഷത്തോളം ആളുകൾ ഒഴുകിയെത്തുന്നു എന്ന് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗാന്ധി മൈതാനത്തു നിന്ന് അംബേദ്കർ വരെ എന്ന് പറഞ്ഞാൽ ഗാന്ധി മുതൽ അംബേദ്കർ വരെ എന്നുള്ള പറയുന്ന കൃത്യമായിട്ടുള്ള ഒരു ദളിത് മുസ്ലിം ഈ പറയുന്ന പോലെ യാദവ പൊളിറ്റിക്സിലേക്ക് ബീഹാർ രാഷ്ട്രീയത്തെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ ഇത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് തന്നെ റിസൾട്ട് എന്തായിരിക്കുമെന്ന് ഉറപ്പിച്ചു പറയാനൊന്നും ഞാൻ ആളല്ല. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ ഇത് എത്രത്തോളം ഈ ടെമ്പോ തേജസ്വി യാദവിനൊക്കെ നിലനിർത്താൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇതുകൊണ്ടുണ്ടായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ അവിടുത്തെ റാലിയിലേക്ക് CPMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി ചെല്ലുന്നുണ്ട്.
ഡി രാജ CPIയുടെ ചെല്ലുന്നുണ്ട്, ആനി രാജ അവിടെ ഉണ്ട്, കൂടാതെ NCPയുടെ നേതാക്കന്മാരുണ്ട്, ശിവസേനയുടെ നേതാക്കന്മാരുണ്ട്. എന്തിനേറെ പറയുന്നു, ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ ജാർഖണ്ഡിൻ്റെ CM ആയിട്ടുള്ള ഹേമന്ത് സോറൻ, ഷിബു സോറൻ്റെ മകൻ, അദ്ദേഹം അവിടെ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഇവിടെ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള ആളുകൾ പോലും അവിടെ പങ്കെടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യ മുന്നണിക്ക് മൊത്തത്തിൽ ഒരു കരുത്തേകാനായിട്ട് ഈ വോട്ടർ അധികാർ യാത്ര വലിയ തോതിൽ കാരണമായിരിക്കുന്നു. നമ്മുടെ മറ്റു പല ഇംഗ്ലീഷ് ഹിന്ദി മാധ്യമങ്ങൾ ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്യാതിരുന്നുവെങ്കിൽ പിന്നീട് ഇത് റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് ജനങ്ങളുടെ പൾസ് ഇതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർ പോലും മാറുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷേ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഐക്യവും ഈ റാലി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ടെമ്പോയും അതിന് മുൻപ് ഈ വോട്ട് ചോരിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പത്രസമ്മേളനവും അതിനുശേഷം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റും അതിലേക്ക് ലക്ഷങ്ങൾ ഒഴുകിയെത്തുന്നതും ഒക്കെ തന്നെ അടുത്ത ബീഹാർ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും നിലനിർത്താൻ കഴിയുമെന്നാണ്. അങ്ങനെ നിലനിർത്താൻ കഴിഞ്ഞാൽ ബീഹാറിൽ വലിയ മാറ്റമുണ്ടായാൽ തേജസ്വി യാദവയുടെ മുഖ്യമന്ത്രിയായി പ്രതിഷ്ഠിക്കപ്പെടുകയും കോൺഗ്രസിന് ആ മന്ത്രിസഭയിൽ റോൾ ഉണ്ടാവുകയും ചെയ്താൽ ഒരുപക്ഷെ നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഒക്കെ തന്നെ NDAയുടെ പിന്തുണ പിൻവലിക്കാൻ പോലും നിർബന്ധിതരായേക്കാം. അതുകൊണ്ട് ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത്. കഴിഞ്ഞതിന് ശേഷം മറ്റ് നിരവധി 4-5 തെരഞ്ഞെടുപ്പുകൾ കൂടി വരാനുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേരളമടക്കം തമിഴ്നാടക്കം നിരവധി സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കാനുണ്ട്. അവിടെയൊക്കെ തന്നെ ഇത് വലിയ തോതിൽ സ്വാധീനമുണ്ടാക്കും എന്നുള്ളതാണ് വാസ്തവം. ഞാൻ ഈ വാർത്ത ചെയ്യാൻ തന്നെ കാരണം ഇവിടെയുള്ള CPMO അല്ലെങ്കിൽ ദേശാഭിമാനിയോ പോലും ഇത്തരത്തിൽ ഈ യാത്രയെ വലുതായി ഉയർത്തി കാണിക്കുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ബംഗാളിലെ പത്രം ഇത് വലിയ വാർത്തയായി കൊടുക്കുമ്പോൾ കേരളത്തിൽ അത് വാർത്തയായി കൊടുക്കുന്നില്ല. കാരണം അവർക്കറിയാം കോൺഗ്രസിന് ഒരു ഉണർവുണ്ടാകുന്നത് കേരളത്തിലും അവർക്ക് ഡാമേജ് ഉണ്ടാക്കും. കാരണം കേരളത്തിൽ 2026 വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് കോൺഗ്രസും CPMുമായി ഡയറക്റ്റ് ആണ് എന്നവർക്കറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു നേട്ടം കേരളത്തിൽ ഉണ്ടാകുന്നതിന് അവർ അനുകൂലിക്കുന്നില്ലെങ്കിലും ഇന്ത്യയുടെ മറ്റു പ്രദേശങ്ങളിലെല്ലാം ഇത്തരത്തിൽ വലിയ നേട്ടമുണ്ടാകുന്നതിന് അവർ അനുകൂലിക്കുന്നുണ്ട്. കാരണം ബീഹാറിൽ CPMനും 2 സീറ്റുണ്ട്. CPMന് ആ സീറ്റ് കൂട്ടാനുള്ള പരിശ്രമത്തിലാണ് CPM അടക്കമുള്ള ആളുകൾ. അതുകൊണ്ട് CPMൻ്റെ കൊടികളും ജനതാദളിൻ്റെ കൊടികളും കോൺഗ്രസിൻ്റെ കൊടികളും ഉയർന്നു നിൽക്കുന്ന 10 ലക്ഷം പേരുടെ സംഗമവേദിയാണ് ഇന്ന് വോട്ടർ അധികാര യാത്രയുടെ ഏറ്റവും അവസാനം നമ്മൾ കാണാനിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആവേശത്തിലാണ്. അതായത് അക്ഷരാർത്ഥത്തിൽ ബീഹാറിനെ ഇളക്കി മറിച്ചുകൊണ്ടാണ് 130ഓളം മണ്ഡലങ്ങളിലൂടെ നടത്തിയിട്ടുള്ള അസംബ്ലി മണ്ഡലങ്ങളിലൂടെ നടത്തിയിട്ടുള്ള ഈ യാത്ര കടന്നു വന്നിട്ടുള്ളത്. അതിൻ്റെ അനുരണനങ്ങൾ മറ്റ് മണ്ഡലങ്ങളിലും ഉണ്ടാകും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. ഇത് നിലനിർത്താൻ കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നേട്ടവും ചരിത്രവുമായി മാറുകയും ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മോദി മാറേണ്ടി വരികയും ചെയ്താൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല.